കൂട്ടുകാരെ നമസ്കാരം, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ചാർജ് ചെയ്യാൻ ഇവിടുത്തെ ചാർജർ നമ്മൾ സ്ക്വയർ പിന്നാണ്. അപ്പോൾ നാട്ടിൽ നമ്മൾ ചാർജർ മേടിച്ചത് റൗണ്ട് പിന്നാണ്. അതെങ്ങനെ 3 പിൻ സ്ക്വയർ പിന്നാക്കി മാറ്റാം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനായി വേണ്ട കാര്യങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചാർജർ റൗണ്ട് പിൻ ചാർജറാണ്. പിന്നെ കണക്ടർ, വയർ കണക്ടർ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ പവർ കേബിൾ, ഇവിടെ പഴയ ഒരു കേബിൾ ഇരുന്ന പവർ കേബിളാണിത്. നമ്മളെങ്ങനെ അത് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഇത് നമുക്ക് നല്ല ടൈറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് വയർ കണക്ടർ നമ്മൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇതിപ്പം സൗകര്യാർത്ഥം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് കേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ 3 കേബിൾ വരും. അതിനകത്ത് ഫേസ്, ന്യൂട്രൽ, എർത്ത് വരും. എർത്ത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് 3 പിൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് എർത്തൂടെ കണക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിനകത്ത് 2 പിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എർത്ത് കട്ട് ചെയ്തിട്ട് 2 വയർ മാത്രം ഉപയോഗിക്കാം. അതിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വീട്ടിലൊക്കെ പഴയ കേബിൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൗകര്യാർത്ഥമായിട്ടുള്ള എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. നമുക്ക് പ്ലഗ് ഉപയോഗിക്കാം. എന്നാലും നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യണം. അന്നേരം അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ പഴയ കേബിൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മുറുക്കിയിരിക്കുകയാണ്. ഇൻസുലേഷൻ ടേപ്പ് ഇത് വെച്ച് നമുക്കിത് ഒട്ടിക്കാം. നല്ലോണം ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് റൗണ്ട് പിന്നായിരുന്നു, അതിപ്പോൾ നമ്മൾ 3 പിൻ സ്ക്വയർ പിന്നാക്കി. ഇപ്പം നമുക്ക് ഇവിടുത്തെ ഈ ഗൾഫിലേക്ക് മിക്കവാറും പ്ലഗ് എല്ലാം ഇതായിരിക്കും, സ്ക്വയർ പിന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് പാടായിരിക്കും. അതുകൊണ്ടിപ്പം റൗണ്ട് പിൻ, 2 പിൻ റൗണ്ട് പിൻ ഇപ്പം 3 പിൻ സ്ക്വയർ പിന്നാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊരു പഴയ ചാർജറായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടേപ്പൊക്കെ അടിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.